നിങ്ങൾ എപ്പോൾ അടിക്കണം, എങ്ങനെ അടിക്കണം, ആരെ അടിക്കണം എന്ന് കാത്തിരിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി ഹോം വർക്ക്. കോവളത്ത് പോയിട്ട് എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഒരു ലൈഫ് ഗാർഡായിട്ട് അവിടെ ജോലി കിട്ടുന്നു. ഓക്കെ, നിങ്ങളൊരു ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടുന്നു. അപ്പോൾ ഈ ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ടായിട്ട് നീന്താൻ അറിയുന്ന ആളായിരിക്കണം, നിങ്ങൾക്ക് ഡൈവിങ് അറിയണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ കരയിൽ നിൽക്കും, നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റില്ല. ചിലപ്പം അയാളുടെ കരിയറിൻ്റെ ത്രൂ ഔട്ടുള്ള കാലം അയാൾക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഒരാൾ മുങ്ങിയാൽ മാത്രമേ അയാൾക്ക് ജോലിയുള്ളൂ. അമ്മ ക്ലിയർ? എൻ്റെ ജോലി എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ ദിവസവും രാവിലെ നീന്തി നോക്കും, പക്ഷെ ഒരുത്തം വെള്ളത്തിൽ മുങ്ങിയാൽ മാത്രമേ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോൾ അടിക്കണം, എങ്ങനെ അടിക്കണം, ആരെ അടിക്കണം എന്ന് കാത്തിരിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി ഹോം വർക്ക്. ഒരാൾ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയാൽ ചാടുന്നതിനെയാണ് ബ്രാൻഡിങ് എന്നും പ്രമോഷൻ എന്നും പറയുന്നത്. അപ്പോൾ പിന്നെ നോക്കി നിൽക്കരുത്, ഇയാൾ മുങ്ങിയാ ചാടിക്കോണം. അപ്പോൾ പിന്നെ ഹോംവർക്കുമായിട്ട് മറ്റേ മെട്രിക്സ് ഒന്നും ആയിട്ട് ഇരിക്കരുത്. ഒരാൾ ചാടി കറക്റ്റ് ടൈമിൽ വെള്ളത്തിലേക്ക് ചാടിക്കോളോ, രക്ഷിച്ചോളാം. അതിനെയാണ് നിങ്ങൾ ഈ പറയുന്ന റീച്ച്, വ്യൂ, മറ്റതൊക്കെ പറയുന്നത്. ഓക്കെ, കരയ്ക്ക് നിൽക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. റീച്ചോ വ്യൂവോ ഒന്നുമല്ല.